എല്ലാവർക്കും വീക്കിലി ടെക്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ടെക് ലോകത്ത് നടന്നിട്ടുള്ള ന്യൂസുകളും അനാലിസിസുകളും എൻ്റെ ഒപ്പീനിയനുകളുമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഒരു ടെക് ന്യൂസ് എന്ന് പറയുന്നത് 10 വർഷത്തെ നീണ്ട ഡെവലപ്മെൻറ്റിന് ശേഷം ആപ്പിൾ കാർ എന്ന് പറയുന്ന സംഭവം ഇല്ലാണ്ടായിരിക്കുകയാണ്. ആപ്പിളിൻ്റെ CEO തന്നെ ഈ ഒരു ആപ്പിൾ കാറിന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ടെസ്ലയുമായിട്ടുള്ള കോമ്പറ്റീഷനോട് അവർക്ക് അടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിലയുമായിട്ട് അവർക്ക് ഒരിക്കലും കമ്പാരിസൺ നടത്താൻ പറ്റില്ലാത്തത് കൊണ്ടായിരിക്കണം. കാര്യം ഇങ്ങനൊരു ചെറിയൊരു ആപ്പിൾ വിഷൻ പ്രോ തന്നെ എടുത്ത് വെച്ചിട്ട് ഒരു കാറിൻ്റെ വില ചോദിക്കുന്ന സമയത്ത് ആക്ച്വൽ കാർ കൊണ്ടുവന്നിട്ട് അവർ റോക്കറ്റിൻ്റെ വിലയായിരിക്കും ചോദിക്കുന്നത്. സോ പ്രൈസ് വൈസ് അവർക്ക് കോമ്പറ്റീഷൻ നേടാൻ സാധിക്കില്ലെന്ന് തോന്നിയത് കൊണ്ടാണോ, എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള റീസൺ എന്നുള്ളത് കൊടുത്തിട്ടില്ല. എന്തായാലും ഡെവലപ്മെൻറ്റ് ഫുള്ളി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ആപ്പിൾ കാർ ഇനി വരുമോ എന്നുള്ള കാര്യവും സംശയമാണ്. ആപ്പിൾ ഒരു സാധനത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും സാംസങ്ങിന് ഈ ആഴ്ച സന്തോഷ വാർത്തകളാണ് പറയാനുള്ളത്. സാംസങ് പുതിയൊരു റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിംഗ് നമ്മുടെ ഈ വർഷം അവസാനം വരുമെന്നാണ് സാംസങ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാധാരണ റിംഗ് അല്ല, ഇതൊരു സ്മാർട്ട് റിംഗ് എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിംഗാണ്. കാണാനും നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്തും ആ ഒരു റിംഗ് കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണ്. ഈ ഒരു റിംഗിൽ നമുക്ക് ഹേർട്ട് റേറ്റ് സെൻസറും അതുപോലെ തന്നെ സ്റ്റെപ്പ് കൗണ്ടർ ഫീച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കൗണ്ടർ ഫീച്ചറൊക്കെ നമുക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തുള്ള സപ്ലൈ, ബാറ്ററി അങ്ങനത്തെ കാര്യത്തിനെ പറ്റിയൊന്നും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ഒരുപാടധികം ബൾക്കിയൊന്നും ആയിട്ടില്ല. വളരെ സ്ലീക്കും അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടും തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു റിംഗ് കാണാൻ സാധിക്കുക. ഗൂഗിൾ പതിവ് പോലെ അവരുടെ കലാപരിപാടികളെല്ലാം തുടരുന്നുണ്ട്. ഈ ആഴ്ചയും കുറേയധികം പുതിയ പോളിസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് കുറച്ച് ആപ്പുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പുതിയ പോളിസിക്ക് അനുസരിച്ച് ആപ്പുകൾ എന്താ പറയുക, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ആപ്പുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളത്. കുറേ ആപ്പുകളുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന 2 ആപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് ഷാദി.com അതുപോലെ തന്നെ നൗക്രീമാണ്. ഈ 2 ആപ്പുകളുമാണ് അവർ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ളൊരു ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നൗക്രി ജോബ് പോർട്ടലാണ്. സോ നൗക്രിയിൽ കുറച്ച് ജോലികൾ ഇനിയിപ്പോൾ ഒഴിവരും കേട്ടോ. സ്വാഭാവികമായിട്ടും ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്കുകൾ കാരണമായിരിക്കണമല്ലോ ഈ പോളിസി വയലേഷൻ. സോ അവരെ ഫയർ ചെയ്യുന്ന സമയത്ത് നൗക്രിയിലേക്ക് നമുക്ക് പുതിയ ജോലികൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതേ സമയം തന്നെ ട്രൂ കോളറിൻ്റെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. കാൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും മാസം 75 രൂപ കൊടുക്കണം. അപ്പോൾ കോൾ റെക്കോർഡിങ്ങിന് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ കോൾ റെക്കോർഡിംഗ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോൾ റെക്കോർഡിംഗ് അല്ല, കോൾ റെക്കോർഡിംഗ് ഫീച്ചറാണ് ട്രൂ കോളറിലേക്ക് വന്നിരിക്കുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ് ഗാലക്സി AI കിട്ടുന്ന അതേ സാധനം തന്നെയാണ്. ട്രാൻസ്ക്രിപ്ഷനും കൂടെ കിട്ടുമെന്നുള്ളതാണ്. വോയിസ് റെക്കോർഡ് കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്ക്രിപ്ഷനും കൂടെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നാണ് ട്രൂ കോളർ പറയുന്നത്. അപ്പോൾ 75 രൂപയുടെ മാസ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ ഇയർലി സബ്സ്ക്രിപ്ഷൻ ഏകദേശം 500 സംതിങ് റുപ്പീസ് ഒക്കെയാണ്. അപ്പോൾ ഇതിന് ആ ഒരു പ്രീമിയം പ്ലാനിനോടൊപ്പം ചേർത്ത് വെച്ചാണ് ഈ ഒരു AI വോയിസ് റെക്കോർഡിങ്ങും കൂടെ അവർ വിൽക്കുന്നത്. സോ ആൻഡ്രോയിഡുകാർ ഉറപ്പായിട്ട് ഇത് വാങ്ങിക്കാൻ പോകുന്നില്ല. മേ ബി ഐഫോൺകാർ വാങ്ങിച്ചേക്കാം. ഓൾറെഡി കുറേയധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും സൗകര്യമായല്ലോ, ഒരു ആപ്പിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട് മേ ബി ഐഫോൺകാരും വാങ്ങിച്ചേക്കാം. ആപ്പിളിനെ മലർത്തി അടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കമ്പനി വന്നിട്ടുണ്ട്. AR/VR ഹെഡ്സെറ്റുകളിൽ ആപ്പിൾ വിഷൻ പ്രോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. ഏകദേശം ഒരു കാറിൻ്റെ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഹെഡ്സെറ്റാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറയുന്നത്. അതപ്പോൾ ഇതിൻ്റെ 1/3 വിലയ്ക്കാണ് ഈ ഒരു പുതിയൊരു സാധനം വരുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് വൈസർ എന്നാണ്. വൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പെക്സ് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും കേട്ടോ. മറ്റേ ഹെഫ്റ്റി ആയിട്ടുള്ളൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് കാണും. ആ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ രൂപത്തിലാണ് വൈസർ വന്നിട്ടുള്ളത്. ഏകദേശം $1024, ഏകദേശം 87,000 രൂപ ഇന്ത്യൻ കറൻസി വരും. ഈ സാധനം നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല, ഈ വർഷം അവസാനം വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പ്രീ ഓർഡർ ചെയ്യാൻ സാധിക്കും. പ്രീ ഓർഡർ ചെയ്യുന്നതിൽ തന്നെ ഈ ഒരു വിലയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ $399 അടച്ചാൽ മതി, അല്ലെങ്കിൽ ഏകദേശം 34,000 രൂപ അടച്ചു കഴിഞ്ഞ് മാസമായിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ ഗഡുക്കളായിട്ട് അടച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കിത് പ്രീ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇതിലെ കുറച്ച് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5-ലധികം ഡിസ്പ്ലേ സ്ക്രീൻസ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. 2 കണ്ണിലും 4K ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. സോ ഏകദേശം നമുക്ക് ആപ്പിളിൻ്റെ അതേ ക്വാളിറ്റി തന്നെ ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റും. ഈ ഒരു സ്മാർട്ട് സ്പെക്സ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം പാതിയോളം, അല്ലെങ്കിൽ 24ൻ്റെ പാതിയോളം ആവുമ്പോൾ തന്നെ ഇവർ ഷിപ്പ് ചെയ്ത് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നീറ്റാണ് സാധനം, കാണാൻ വേണ്ടി കൂളാണ്. നമുക്ക് ആ ഒരു കൂൾ ലുക്കിംഗ്, അല്ലെങ്കിൽ ആ ഒരു ആപ്പിൾ വിഷൻ പ്രോ പോലെ തന്നെ ഒരു വലിയൊരു സാധനം മുഖത്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലൊന്നുമില്ല. കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ടെക് ലോകത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഈ ആഴ്ചത്തെ ന്യൂസുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ആഴ്ചത്തോറും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളുമായിട്ട് മറ്റൊരു ദിവസം കാണുന്നത് വരെ ബൈ ഗൈസ്.